Good morning, students. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവുക അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് വോയിഡ് എഗ്രിമെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ 4 പോയിൻറ്റ്സാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 പോയിൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് 2 പോയിൻറ്റും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പോയിൻറ്റ്സാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? വെയ്റ്ററിങ്ങും പറഞ്ഞു, അൺസേർട്ടൺ എഗ്രിമെൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ള എഗ്രിമെൻറ്റ് കണ്ടിജൻറ്റ് ഓർ ഇമ്പോസിബിൾ ഇവൻ്റ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. പിന്നെ പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസസ് ആണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. അത് സിമ്പിളാണ്, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വേജറിങ് മാത്രമാണ് നമുക്ക് കുറച്ച് കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ പറയാനുണ്ടായിരുന്നത്. വോയിഡ് എഗ്രിമെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയത് വേജറിങ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നോക്കുക, എഗ്രിമെൻറ്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ഇമ്പോസിബിളായ ആക്ട് എങ്ങനെയാണ്, എഗ്രിമെൻറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. സെക്ഷൻ 36 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട്, സെക്ഷൻ 36 പ്രകാരം മെൻഷൻ ദാറ്റ് ആൻ എഗ്രിമെൻറ്റ് ടു ഡു ആൻ ആക്ട് ഈസ് ഇമ്പോസിബിൾ ഇൻ ഇറ്റ് സെൽഫ് ഈസ് വോയിഡ്. ഇമ്പോസിബിൾ ആണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതിന് ഉദാഹരണ പ്രകാരം വേണമെന്നുണ്ടെങ്കിൽ എം എഗ്രീസ് വിത്ത് എൻ ടു ഡിസ്കവർ ട്രഷർ ബൈ മാജിക്. ഇപ്പോൾ ഒരാളോട് മാജിക് കാണിച്ചിട്ട് ഡിസ്കവർ ചെയ്യാൻ അതൊന്നും സാധിക്കില്ല അല്ലേ, എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ ദി എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് ബിക്കോസ് ഓഫ് ഇമ്പോസിബിലിറ്റി ഓഫ് ദി പെർഫോമൻസ് അല്ലേ. ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ പറയുകയാണ്, എം എന്നോട് പറയുകയാണ് മാജിക് കാണിക്കാൻ, ഡിസ്കവർ ചെയ്യാൻ, ട്രഷർ ഓഫ് മാജിക് അല്ലേ. പക്ഷേ അത് ഇമ്പോസിബിൾ ആണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ സോ ഇറ്റ് ഈസ് എ വോയിഡ്, അത് വോയിഡ് ആണ്. നെക്സ്റ്റ് വൺ പറയുന്നത് reciprocal promises to do things legal and also other things illegal അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ സെക്ഷൻ ചിലത് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വിപരീതപരമായിട്ട് എന്നുള്ള അർത്ഥം, വിൽക്രമം എന്ന് നമ്മൾ പറയും. അപ്പോൾ സെക്ഷൻ 57 ഓഫ് ദി ആക്ട് പ്രൊവൈഡ് ദാറ്റ് എന്താണ്, പ്രൊവൈഡ് ഫോർ സെപ്പറേബിൾ പ്രോമിസസ് വിച്ച് മേ ബി റെസിപ്രോക്കൽ പ്രോമിസ് ഓർ ആൾട്ടർനേറ്റീവ് പ്രോമിസസ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 57 വെൻ ദർ ഈസ് എ റെസിപ്രോക്കൽ പ്രോമിസ് ആണ് വരുന്നത് വെച്ചെങ്കിൽ ഫസ്റ്റ്ലി ടു ഡു സർട്ടൺ തിങ്സ് വിച്ച് ആർ ലീഗലായിട്ട്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ്ലി എന്ത് ചെയ്യുന്നു, ടു ഡു സർട്ടൺ അതർ തിങ്സ് വിച്ച് ആർ ഇലീഗൽ, സെക്കൻഡ്ലി ആയി ചെയ്യുന്നത് എങ്ങനെ, ഇലീഗലായിട്ട് ചെയ്യുന്നു. ആൻഡ് ദ ലീഗൽ പാർട്ട് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ഇലീഗൽ പാർട്ട്, ലീഗൽ പാർട്ടും ഇലീഗൽ പാർട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. The legal part of is contract and illegal part is a void. Legal partനെ കോൺട്രാക്റ്റ് എന്നും ഇലീഗൽ പാർട്ടിനെ വോയിഡ് എഗ്രിമെൻ്റ് എന്നും പറയുന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലീഗലായിട്ട് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ ഇലീഗലായിട്ട് ചെയ്യുന്നു. എന്നിട്ട് ലീഗലായതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഇലീഗലായതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ലീഗലായത് വാലിഡ് ആയിരിക്കും, ഇലീഗലായത് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അതാണ് റെസിപ്രോക്കൽ പ്രോമിസ് ടു ഡു തിങ്സ് ലീഗൽ ഓൾസോ അതർ തിങ്സ് ഇലീഗൽ. അപ്പം നമ്മൾ ലീഗലായിട്ട് നിയമപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ വാലിഡ് ആയിരിക്കും, നിയമപ്രകാരമല്ല ചെയ്യുന്നത് വെച്ചെങ്കിൽ അതെന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അതാണ് റെസിപ്രോക്കൽ പ്രോമിസ് ടു ഡു തിങ്സ് ലീഗൽ ഓൾസോ അതർ തിങ്സ് ഇലീഗൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. 8th ചാപ്റ്റർ വോയിഡ് എഗ്രിമെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് കഴിഞ്ഞത്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതിൽ പ്രധാനപ്പെട്ടത് വേജറിങ് ആണ്. വേജറിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ 9th ചാപ്റ്ററിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മുടെ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ കോൺട്രാക്റ്റ്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് 12th ചാപ്റ്റർ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിനെയാണ് 1 മുതൽ 12 വരെയുള്ള ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ 12 വരെയുള്ള ചാപ്റ്റർ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കഴിയുന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് 9th ചാപ്റ്റർ ആയിട്ടേ ഉള്ളൂ. 9th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ 9th ചാപ്റ്റർ നമുക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കുക, നമുക്ക് 9th ചാപ്റ്റർ തുടങ്ങാം. അപ്പം കണ്ടിജൻസി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല, ആൻ ഇവൻറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൺ. അപ്പോൾ അത് നമുക്ക് ഒരു കാര്യം, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാം. സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ചാൻസ് ഉള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വായിക്കേണ്ടത് ശ്രദ്ധിക്കുക കേട്ടോ. സെക്ഷൻ 31 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് ഡിഫൈൻസ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. അപ്പോൾ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ കോൺട്രാക്ട് ടു ഡു
ഓർ നോട്ട് ടു ഡു സംതിങ്, ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഇഫ് സം ഇവൻറ്റ് കൊളാട്രൽ ടു സച്ച് ഇവൻറ്റ് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൺ, സംഭവിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് ഹാപ്പൺ ചെയ്യാനും ഹാപ്പൺ ചെയ്യാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൺ, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഹാപ്പൺ ചെയ്യാനും ഹാപ്പൺ ചെയ്യാതിരിക്കാനും സാധ്യതയുള്ള കോൺട്രാക്റ്റുകളെ നമ്മളെന്ത് പറയുന്നു, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. ഇൻഷുറൻസ് കോൺട്രാക്ട് പ്രൊവൈഡഡ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്. ഇൻഷുറൻസ് ആണ് നമുക്കതിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു അല്ലേ, നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അടച്ച സംഖ്യ തിരിച്ചു കിട്ടുന്നത് 2 കണ്ടീഷൻസ് ആണല്ലോ. ഒന്നുകിൽ ഡെത്ത് ഓഫ് എ പാർട്ടി, ഒന്നുകിൽ പാർട്ടി മരിച്ചു പോവുക, അല്ലെങ്കിൽ ഓൺ ദി ഹാപ്പനിങ് ഓഫ് എന്ത് സംഭവിക്കുക, മെച്യൂരിറ്റി ഡേറ്റ് വരിക, ആ സമയത്താണ് കാശ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഏതാണ് വരിക എന്നുള്ളത് മുൻകൂട്ടി പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഹാപ്പൺ ചെയ്യാനും ഹാപ്പൺ ചെയ്യാതിരിക്കാനും സാധ്യതയുള്ളതിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ നമുക്ക് പറയാനുള്ളത്? കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ് ആർ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നു? ഡിപ്പെൻഡ് ഓൺ എ ഫ്യൂച്ചർ ഇവൻറ്റ്. അപ്പോൾ ഈ എന്താണ് പറയുന്നത്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഇവൻറ്റിനെയാണ്. അൺസേർട്ടൺ ആണ്, കൊളാട്രൽ ഇവൻ്റ് ആണ്, ഇൻസിഡൻ്റലാണ്. കൊളാട്രൽ പറഞ്ഞാൽ ഇൻസിഡൻ്റലാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക, പറയൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ എ ഫ്യൂച്ചർ ഇവൻറ്റ്. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്, ഫ്യൂച്ചർ ഇവൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദി പെർഫോമൻസ് ഓഫ് സച്ച് കോൺട്രാക്ട് ഡിപ്പെൻഡ്സ് ഓൺ കണ്ടിജൻസി, ദാറ്റ് ഈസ് ഓൺ ദി ഹാപ്പനിങ് ആൻഡ് നോൺ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ ഇവൻറ്റ്. ഫ്യൂച്ചർ ഇവൻറ്റിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ അൺസേർട്ടൺ ഇവൻ്റ് ആണ്, നമുക്ക് തീർച്ചയില്ല, സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എൻ അൺസേർട്ടൺ ഇവൻറ്റ്. The event is uncertain if the event is bound to happen and the contract is due to performed in any case is not therefore a contingent contract. Event is uncertain. Next one, in collateral event ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസിഡൻറ്റ് ടു ദ ഇൻസിഡൻ്റൽ ആണ് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, ദ അൺസർട്ടൺ ഇവൻറ്റ് ഈസ് കൊളാട്രൽ ടു ദ കോൺട്രാക്ട്, ദാറ്റ് ഈസ് ഇൻസിഡൻ്റൽ ടു ദി കോൺട്രാക്ട്. ഇൻസിഡൻ്റലാണ് എന്നുള്ളത്. ഇത്രയും 3 പോയിൻറ്റ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഡിപ്പെൻഡൻസ് ഓൺ ഫ്യൂച്ചർ ഇവൻറ്റ്, അൺസേർട്ടൺ ഇവൻറ്റ്, കൊളാട്രൽ ഇവൻറ്റ്. നെക്സ്റ്റ് വൺ, റൂൾസ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. എന്തൊക്കെ റൂൾസാണ് നമുക്ക് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസിൽ നമുക്ക് പറയാനുള്ളത്? എന്തൊക്കെ റൂൾസ് റിഗാർഡിംഗ് ദി പെർഫോമൻസ് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്? എങ്ങനെയൊക്കെ? ഇതൊക്കെ സിമ്പിളാണ്, അധികം നമുക്ക് ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. കണ്ടിജൻറ്റ് പോയിൻറ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. എക്സ്പ്ലനേഷൻ നമുക്ക് തന്നെത്താൻ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളായതാണ്. കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ അൺസേർട്ടൺ നമുക്ക് പറയാം. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് പറഞ്ഞാൽ എന്താ നമുക്ക് അതിൽ എഴുതാൻ പറ്റുക? ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ആ പോയിന്റിൽ തന്നെ അർത്ഥമുണ്ട് അല്ലേ. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ അൺസേർട്ടൺ ഇവൻറ്റ് പറഞ്ഞാൽ അൺസേർട്ടൺ ഇവൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എസ്റ്റിമേഷൻ അബൌട്ട് ഫ്യൂച്ചർ അല്ലേ വരുന്നത്. അൺസർട്ടനിറ്റി നമുക്ക് പറയാൻ പറ്റില്ലേ, ഹാപ്പൺ ഓർ ഡസ് നോട്ട് ഹാപ്പൺ, സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് അല്ലേ. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് എൻ അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. നോൺ ഹാപ്പനിങ്ങിനെയാണ് നമ്മൾ നോൺ ഹാപ്പൺ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വെൻ ഇവൻറ്റ് ടു ബി ഡീംഡ് ഇമ്പോസിബിൾ, നമുക്ക് പറ്റുമെന്ന്, ഇമ്പോസിബിൾ ആണ് അല്ലേ, പറ്റുമെന്ന് പറയാൻ പറ്റില്ല, ഇമ്പോസിബിളാണ്. പിന്നെ കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസേർട്ടൺ ഇവൻറ്റ്. സ്പെസിഫൈഡ് പറഞ്ഞാൽ കൃത്യമായ, അൺസേർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. സ്പെസിഫൈഡ് അൺസേർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. പിന്നെ നെക്സ്റ്റ് വൺ, കണ്ടിജൻറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസേർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. പിന്നെ കണ്ടിജൻറ്റ് എഗ്രിമെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ്, എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇമ്പോസിബിൾ ഇവൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് എന്തായിട്ട് നമ്മൾ പറയുന്നത്, റൂൾസ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. എന്തൊക്കെ റൂൾസാണ് ഇപ്പോൾ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ,
contingent contract depend on the happening of an uncertain future event അല്ലേ. അപ്പോൾ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് കണ്ടിജൻറ്റ് അപ്പോൺ ദി ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ അൺസേർട്ടൺ ഇവൻറ്റ് cannot be enforced by law unless or until that event has happened. If the event become impossible, such contract become event impossible ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ, contingent contract depend on the non happening of an uncertain future event. non happening സംഭവിക്കാത്ത contingent contract which is depend on the non happening of an uncertain future event can be enforced by law only when such event has become impossible and not become that. പിന്നെ when the event to be deemed impossible ആണെന്ന് പറയാം, പറ്റാത്തതാണ്. when the contingency is a contract is some future specified act of a third person, the contingency become impossible ആണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല, impossible ആയൊരു കാര്യമാണ്. when such a third person does anything which renders the specified act impossible for that time being അല്ലേ. അപ്പോൾ എന്താ നമുക്ക് പറയുന്നത് വെച്ചെങ്കിൽ when event deemed impossible ആണ്, നമുക്ക് ആ കണ്ടിജൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ ഇമ്പോസിബിൾ ആയ ഒന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണത്തിലൂടെ വേണമെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കാം. A agrees to pay a sum of money to B അല്ലേ, കൊടുത്തു. if B marries C marry D, now the marriage of B to C must be considered impossible ആണ്. അപ്പോൾ although it is possible that D may be die and that C may afterwards marry B, അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇമ്പോസിബിൾ, ഇങ്ങനെ ഇമ്പോസിബിൾ ആയ കാര്യം അതാണ് പറയുന്നത് when the event deemed to be impossible എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, contingent contract depend on the happening of a specified uncertain event അല്ലെ. സ്പെസിഫൈഡ് പറഞ്ഞാൽ കൃത്യമായ അൺസേർട്ടൺ ഇവൻറ്റ്, ഒക്കെ ഈ അൺസേർട്ടൺ ആണ് പറയുന്നത്, തീർച്ചയില്ലാത്ത കാര്യങ്ങൾ അതാണ് പറയുന്നത്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് പറഞ്ഞാൽ എന്താണ്? ആൻ ഇവൻറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൺ, ഒരു ഇവൻറ്റ് ഉണ്ടാവാൻ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ചാൻസ് ഉള്ളതിനെയാണ് കണ്ടിജൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പോയിൻറ്റ്സ് അവർ തിരിച്ചും മറിച്ചും പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി, എന്തിനെയാണത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺ ദി ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് പറഞ്ഞ കൃത്യമായ അൺസേർട്ടൺ ഇവൻറ്റ് ഇൻ എ ഫിക്സഡ് ടൈം. when a contract is made contingent on the happening of a specified uncertain event within a fixed time, it become void if the expiration of the time so fixed, അത് ആ ഫിക്സഡ് ടൈം പറഞ്ഞ കാരണം അത് കഴിഞ്ഞാൽ അത് വോയിഡ് ആവുന്നു. ദി സ്പെസിഫൈഡ് ഇവൻറ്റ് ഡസ് നോട്ട്, ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഇന്ന മാസത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നു, ആ ഇന്ന മാസത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതെന്താവുന്നു? അത് വോയിഡ് ആവുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ പ്രോമിസ് ടു പേ ₹10,000 ടു ബി ഇഫ് വി കംപ്ലീറ്റ്സ് ഹിസ് M.Com വിത്തിൻ 2 years അല്ലേ. ഇത് എം കോം 2 വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. ദ കോൺട്രാക്ട് മേ ബി എൻഫോഴ്സ്ഡ് ഇഫ് ബി കംസ് ഔട്ട് സക്സസ്ഫുൾ, 2 വർഷത്തിൻ്റെ ഉള്ളിൽ പാസ്സായാൽ മാത്രമേ അത് എൻഫോഴ്സിബിൾ ആവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് പറയുന്നത് 2 വർഷം, അതിലാണ് പറയുന്നത് ഫിക്സഡ് ടൈം. ആ 2 വർഷം എന്നുള്ളൊരു കാലയളവ് അവിടെ വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കോൺട്രാക്റ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരാൾക്ക് കാശ് കടം കൊടുത്തു, ആ കാശ് കടം കൊടുത്ത് 1 ആഴ്ചയുടെ ഉള്ളിൽ തരണം, ആ സമയത്തിനാണ് അവിടെ പ്രാധാന്യം പറയുന്നത് കേട്ടോ. പിന്നെ കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസേർട്ടൺ ഇവൻറ്റ്. നോൺ ഹാപ്പനിങ് എന്തായാലും നോൺ ഹാപ്പനിങ് ആണ്. ഓഫ് എ സ്പെസിഫൈഡ് അൺസേർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. എ കോൺട്രാക്ട് കണ്ടിജൻറ്റ് ഓൺ എ സ്പെസിഫൈഡ് അൺസേർട്ടൺ ഇവൻറ്റ് not happening within a fixed time and may be enforced. With the fixed time has expired, the event has not happened. ഈ ഫിക്സഡ് ടൈം കഴിഞ്ഞു എന്നിട്ടും ഇവൻറ്റ് സംഭവിച്ചില്ല. when the time fixed has not expired but it has become a certain that event will not happen, നമുക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും വരില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു, എന്തായാലും അത് സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. ഉദാഹരണം ശ്രദ്ധിച്ചോളൂ ഒന്നുകൂടി മനസ്സിലാവാൻ. A promise to pay B a sum of money if certain ship does not return up to 3rd March. അപ്പോൾ എന്താ പറഞ്ഞാൽ? ദിസ് കോൺട്രാക്ട് മേ ബി എൻഫോഴ്സ്ഡ് ബൈ ലോ ടു കണ്ടീഷൻ. ഇഫ് ദ ഷിപ്പ് ഡസ് നോട്ട് റിട്ടേൺ അപ് ടു 3rd March, ദ ഷിപ്പ് ഈസ് ബേൺഡ് ഓൺ 25th February അല്ലേ.
അപ്പോൾ ഇതാണ് നമുക്ക് അത് ആ ഷിപ്പ് എന്തായാലും തിരിച്ചു വരില്ല എന്നുള്ള ആ ഷിപ്പ് റിട്ടേൺ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എന്തായാലും ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, കണ്ടിജൻറ്റ് എഗ്രിമെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ ഇമ്പോസിബിൾ ഇവൻറ്റ് അല്ലേ. അപ്പോൾ കണ്ടിജൻറ്റ് എഗ്രിമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹാപ്പനിങ് ഓഫ് എൻ ഇമ്പോസിബിൾ ഇവൻറ്റ്. നോക്കുക, കണ്ടിജൻറ്റ് എഗ്രിമെൻറ്റ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. വെദർ ദി ഇമ്പോസിബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് ഈസ് നോൺ as and not known to the parties to the agreement at the time when it is made, the agreement is void. M agrees to pay rupees N 6,000 if two parallel straight line meet at any point അല്ലേ. അപ്പോൾ എന്തായാലും കൊടുക്കില്ല എന്ന് ഉറപ്പുണ്ട്. പാരലൽ സ്ട്രൈറ്റ് ലൈൻസ് എന്തായാലും മീറ്റ് ചെയ്യില്ല അറ്റ് എനി പോയിൻറ്റ്, അങ്ങനെ ഉറപ്പുള്ള കാര്യം അല്ലേ. അപ്പോൾ കണ്ടിജൻറ്റ് എഗ്രിമെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ ഇമ്പോസിബിൾ ഇവൻ, ഒരു എന്തായാലും അത് പോസിബിൾ അല്ല, അത് എന്തായാലും സംഭവിക്കാത്ത കാര്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, പാരലൽ സ്ട്രൈറ്റ് ലൈൻ ഡസ് നോട്ട് മീറ്റ് ഈച്ച് അതർ, അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഇഫ് ടു പാരലൽ സ്ട്രൈറ്റ് ലൈൻ മീറ്റ് അറ്റ് എനി പോയിൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്താണ് എന്നുള്ളതാണ്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് മീൻസ് എന്താണ്, ആൻ ഇവൻ മേ ഓർ മേ നോട്ട് ഹാപ്പൺ. അതിൻ്റെ ഡെഫിനേഷൻ അവർ കുറച്ചും കൂടി വളച്ച് തിരിച്ച് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് പറയുന്നത്, സെക്ഷൻ 31 പഠിക്കണം നന്നായിട്ട്, സെക്ഷൻ പഠിക്കണം. സെക്ഷൻ 31 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് ഡിഫൈൻ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവൻ കൊളാക്ട്രൽ ടു സച്ച് ആക്ട് ഓർ ഡസ് നോട്ട് ഹാപ്പൺ. ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ആണ് നമുക്കതിന് ഉദാഹരണമായിട്ട് പറയാം. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നുകിൽ പാർട്ടി മരിച്ചു പോവുക, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് ആവുക അല്ലേ. അപ്പോൾ അത് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കാത്ത കാര്യങ്ങളാണ് അതിലുള്ളത്. അത് കാരണം കൊണ്ടാണ് കണ്ടിജൻറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൺ, സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അൺസർട്ടൺ ആണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഡിപ്പെൻഡൻസ് ഓൺ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡിപ്പെൻഡൻസ് ഓൺ ഫ്യൂച്ചർ ഇവൻറ്റ്, അൺസർട്ടൺ ഇവൻറ്റ്, കൊളാക്ട്രൽ ഇവൻറ്റ്. ഇനി റൂൾസ് എന്തൊക്കെയാണ്, അത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിൻറ്റ്സുകൾ ഹാപ്പൻ ചെയ്യുക, നോട്ട് ഹാപ്പനിങ്, ഇമ്പോസിബിലിറ്റി, അങ്ങനെ പഠിക്കുക, പോയിൻറ്റുകൾ മാത്രം പഠിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്, അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. പിന്നെ കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ആയിരുന്നു കേട്ടോ ആദ്യം, പിന്നെ നോൺ ഹാപ്പനിങ് ഓഫ് എൻ, അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻ്റ് ആയിരുന്നു. പിന്നെ എന്താണ്, കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി നോൺ ഹാപ്പനിങ്, അവിടെ ഹാപ്പനിങ്ങിൻ്റെ അവിടെ നോൺ വരും, ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. അപ്പോൾ 2 പോയിന്റ് പഠിഞ്ഞു അല്ലേ. നമുക്ക് വെൻ ഇവൻറ്റ് ആർ ഡീംഡ് ഇമ്പോസിബിൾ, സംഭവിക്കാത്ത കാര്യമാണ്. പിന്നെ സ്പെസിഫൈഡ് ആണ് 2 ഫിക്സഡ് ടൈം, അത് മനസ്സിലാക്കിയ പോയിന്റ് വേം പഠിയും. കണ്ടിജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. പിന്നെ നോൺ ഹാപ്പനിങ് എന്ന് മാത്രമേ അവിടെ ചേർക്കുന്നുള്ളൂ, അതേ പോയിന്റ് തന്നെയാണ് അവിടെ, നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസർട്ടൺ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. പിന്നെ കണ്ടിജൻറ്റ് എഗ്രിമെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ ഇമ്പോസിബിൾ ഇവൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആൻഡ് വേജറിങ് എഗ്രിമെൻറ്റ്. നമ്മൾ നേരത്തെ എടുത്തില്ലേ വേജറിങ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കണ്ടിജൻറ്റ് കോൺട്രാക്റ്റും വേജറിങ് എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി വാലിഡിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വാലിഡ് കോൺട്രാക്റ്റ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, ഞാനിങ്ങനെ ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അണ്ടർലൈൻ ചെയ്താൽ മതി, പിന്നെ നിങ്ങൾക്ക് കാണാതെ പഠിക്കൊന്നും വേണ്ട, ആ പോയിന്റിന് മാത്രം സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ വാലിഡിറ്റി നിയമസാധുത എങ്ങനെയൊക്കെയാണ്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്, നേരെ മറിച്ച് വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വോയിഡ് ആണ്. ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും പഠിഞ്ഞുല്ലോ, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആണ്, വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണത്, വോയിഡ് ആണ്. നെക്സ്റ്റ് വൺ, റെസിപ്രോക്കൽ പ്രോമിസ് എന്താണ്, വേജറിങ് എഗ്രിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് മ്യൂച്വൽ ആൻഡ് റെസിപ്രോക്കൽ പ്രോമിസ് ആണ്, മറ്റേതിൽ എന്തല്ല, നോട്ട് റെസിപ്രോക്കൽ ആൻഡ് മ്യൂച്വൽ. അപ്പോൾ വേജറിങ് എഗ്രിമെൻറ്റിൽ 2 മ്യൂച്വൽ ആൻഡ് റെസിപ്രോക്കൽ ആണ്, നേരെ മറിച്ച് നമ്മുടെ ഏതാണ് ഇവിടെ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ബി റെസിപ്രോക്കൽ ആൻഡ് മ്യൂച്വൽ പ്രോമിസ്. അപ്പോൾ 2 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നേച്ചർ ഓഫ് ഇവൻറ്റ് എങ്ങനെയാണ്, നേച്ചർ എങ്ങനെയാണ്,
കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ നമുക്കറിയാം ഫ്യൂച്ചർ ഈസ് അൺസേർട്ടൺ അല്ലേ, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അൺസേർട്ടൺ ആണ് അല്ലേ, ഫ്യൂച്ചർ ഈസ് അൺസേർട്ടൺ ഇവൻ്റ് ആണ്. നേരെ മറിച്ച് വേജറിങ് ഇവൻറ്റിൽ ദി അൺസേർട്ടൺ ഇവൻറ്റ് ഈസ് ദ സോൾ ഡിറ്റർമിനിങ് ഫാക്ടർ ഓഫ് ദി എഗ്രിമെൻറ്റ്. അതാണ് അവിടെ പ്രധാനം, സോൾ ഡിറ്റർമിനിങ് ഫാക്ടറാണ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, സോൾ ഡിറ്റർമിനിങ് ഫാക്ടർ ഓഫ് ദി എഗ്രിമെൻറ്റ്. അപ്പോൾ വേജറിങ് എഗ്രിമെൻറ്റ് ഈസ് ദ അൺസേർട്ടൺ ഇവൻറ്റ് ഈസ് ദ സോൾ ഡിറ്റർമിനിങ് ഫാക്ടർ ഓഫ് ദി എഗ്രിമെൻറ്റ്. ഇനി ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, സബ്ജക്റ്റ് മാറ്ററിൽ നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് താല്പര്യമുണ്ട് എന്നുള്ളത്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ്, ഐദർ പാർട്ടി ഓർ ബോത്ത് മേ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് മാറ്റർ. മറ്റേലാണെങ്കിൽ ഒരാൾക്കേ സബ്ജക്റ്റ് ഉള്ളൂ അല്ലേ. ദ പാർട്ടീസ് ഹാവ് നോ ഇൻട്രസ്റ്റ് എക്സെപ്റ്റ് ഗെറ്റിംഗ് ആൻഡ് പേയിങ് മണി. ഇല്ല, ആർക്കും താല്പര്യമില്ല. നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് എങ്ങനെയാണ്, എ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് എ വേജറിങ് നേച്ചർ അല്ല, പക്ഷേ വേജറിങ് കോൺട്രാക്റ്റ് ഈസ് എസെൻഷ്യലി എ കണ്ടിജൻറ്റ് നേച്ചർ. ഇത്രയൊക്കെയാണ് വേജറിങ് കോൺട്രാക്റ്റും കണ്ടിജൻറ്റ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാനുള്ളത്. ഒന്നുകൂടിയും പറയാം കേട്ടോ, പോയിൻറ്റ്സ് നമുക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആൻഡ് വേജറിങ് എഗ്രിമെൻറ്റ്, വാലിഡിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആണ്, മറ്റേതെന്ന് പറഞ്ഞാൽ വോയിഡ് ആണ്. പിന്നെ റെസിപ്രോക്കൽ പ്രോമിസ്, വേജറിങ്ങിൽ ഏതൊക്കെ വരുന്നുണ്ട്, മ്യൂച്വൽ ആൻഡ് റെസിപ്രോക്കൽ പ്രോമിസൊക്കെ വരുന്നുണ്ട്, മറ്റേതിൽ വരുന്നില്ല. ഇതിൽ എന്താണ് പറയുക, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ നോട്ട് റെസിപ്രോക്കൽ ആൻഡ് മ്യൂച്വൽ പ്രോമിസ്. പിന്നെ നേച്ചർ ഓഫ് ഇവൻ്റ് എങ്ങനെയാണ്, ഇൻ കണ്ടിജൻറ്റ് കോൺട്രാക്ട് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അൺസേർട്ടൺ ഇവൻ്റ് ആണ്, ഈസ് മെയർലി കൊളാക്ട്രൽ ആണ്. മറ്റേ വേജറിങ് അൺസേർട്ടൺ ഇവൻ്റ് ഈസ് സോൾ ഡിറ്റർമിനിങ് ഫാക്ടർ ആണ് എന്ന് പറഞ്ഞു. സബ്ജക്റ്റ് മാറ്ററിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ ഐദർ പാർട്ടി ഓർ ബോത്ത് മേ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്റ്റ് മാറ്റർ. മറ്റേതിൽ ആർക്കും ഇല്ല, നോ ഇൻട്രസ്റ്റ് എക്സെപ്റ്റ് ഗെറ്റിംഗ് ഓർ പേയിങ് ദി മണി. അത് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, ഗെറ്റിംഗ് ആൻഡ് പേയിങ് ദ മണി. ഈ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് എന്താണ്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ഈസ് നോ വേജറിങ് അല്ല, പക്ഷേ വേജറിങ് കോൺട്രാക്റ്റ് ഈസ് എന്താണ് എസെൻഷ്യലി എ കണ്ടിജൻറ്റ് നേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അതിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 31 പ്രകാരമാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അത് പഠിക്കുക കേട്ടോ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം, 3 പോയിൻറ്റ്സ് പഠിക്കാം. പിന്നെ റൂൾസ്, അത് ആ റൂൾസ് പഠിക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഒന്ന് ഹാപ്പനിങ്, അതേമാതിരി തന്നെ അടുത്ത പോയിൻ്റ് ആകുമ്പോൾ നോൺ ഹാപ്പനിങ്. പിന്നെ പിന്നെ പറയുമ്പോൾ ഫിക്സഡ് ടൈമിൽ കഴിയണം, ഹാപ്പനിങ് ഓൺ എ ഫിക്സഡ് ടൈം, മറ്റേതാണെങ്കിൽ നോൺ ഹാപ്പനിങ് ഓൺ എ ഫിക്സഡ് ടൈം. അത് അതിൻ്റെ അത് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി, എളുപ്പമാണ്. പിന്നെ ഡിഫറൻസും, ഇത്രയാണ് നമുക്ക് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം, ക്വാസി കോൺട്രാക്റ്റ്. അടുത്ത ചാപ്റ്ററാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് എടുക്കാനുള്ളതാണ് അതും വളരെ ചെറിയ ചാപ്റ്ററാണ്, എളുപ്പത്തിൽ തീരുന്ന ഒന്നാണ് ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ളത് പറയുന്നത് അല്ലേ. അപ്പോൾ ക്വാസി കോൺട്രാക്റ്റ് കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്ന ഉദ്ദേശമില്ലാണ്ട് നമ്മൾ യാദൃശ്ചികമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ക്വാസി കോൺട്രാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് മെൻറ്റ് ബൈ ക്വാസി കോൺട്രാക്റ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ക്വാസി കോൺട്രാക്റ്റ്, എന്താണ് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഡെഫിനിഷൻ മറ്റേ സെക്ഷൻ പ്രകാരമുള്ള ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ പഠിക്കാം, ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ടേംസ് ക്വാസി കോൺട്രാക്റ്റ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ 1872 നമ്മൾ പറയാം ക്വാസി കോൺട്രാക്ട്, സെർട്ടൻ റിലേഷൻ റിസംബ്ലിങ് ദോസ് ക്രിയേറ്റഡ് ബൈ, ചില തരത്തിലുള്ള റിലേഷൻ അല്ലേ ഉണ്ടായിരിക്കും. മറ്റാരൊക്കെയായിട്ടാണ് നമ്മൾ എയും ബിയുമായിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർ തമ്മിലൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. സെർട്ടൻ റിലേഷൻ റിസംബിൾ ചെയ്യാവുന്ന ലുക്ക് ഓൺ ലൈക്ക് ദോസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്റ്റ്. നോക്കുക, അക്കോർഡിംഗ് ടു ഡോക്ടർ ജെനിക്സ്, ക്വാസി കോൺട്രാക്റ്റ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഇൻ ദി സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ലോ imposes upon one person on the ground of natural justice an obligation similar to that which arises from a true contract, although no contract expenses or implied has in fact between entered into by them. നമ്മൾ മുൻകൂട്ടി ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്നുള്ള ഉദ്ദേശമില്ലാതെ യാദൃശ്ചികമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും, നോക്കിക്കോളൂ.
എക്സ് സൺ വിത്തൗട്ട് എക്സ് എന്ന് പറഞ്ഞ ഒരാളുടെ സൺ വിത്തൗട്ട് പെർമിഷൻ ഓഫ് എക്സിൻ്റെ പെർമിഷൻ മേടിക്കാണ്ട് അപ്പോൾ എക്സ് സൺ വിത്തൗട്ട് എക്സ് പെർമിഷൻ വൈനെ അപ്പോയിൻറ്റ് ചെയ്തു എന്തിന് ടു പെയിൻറ്റ് ഇൻ ഹിസ് ഹൗസ് വീട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എക്സിനോട് ചോദിക്കാണ്ട് എക്സിൻ്റെ മകൻ വൈയോട് പറഞ്ഞു വീട് പെയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. വൈ സ്റ്റാർട്ടഡ് ദ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എക്സ് അറിഞ്ഞത് അങ്ങനെ ഒരു ജോലി ഇവിടെ നടക്കുന്നുണ്ട്, വീട്ടിൽ ഇങ്ങനെ ഒരു ജോലി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. ആൻഡ് എക്സ് വാസ് നോയിങ് ദാറ്റ് വൈ ഈസ് പെയിൻറ്റിങ് ഹിസ് ഹൗസ് ബട്ട് സേസ് നത്തിങ് ടു വൈ. പക്ഷേ വൈയോട് യാതൊന്നും പറഞ്ഞില്ല. ഓൺ കംപ്ലീഷൻ ദ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ വൈക്ക് പേയ്മെൻറ്റ് കൊടുക്കണം അല്ലേ, അയാൾ ചെയ്ത വർക്കിന് കാശ് കൊടുക്കണ്ടേ, എക്സ് കാശ് കൊടുക്കണ്ടേ. എക്സ് റെഫ്യൂസസ് പേയ്മെൻറ്റ് സേയിങ് ദാറ്റ് ദർ വാസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റും ഉണ്ടായിട്ടില്ലല്ലോ, എക്സ് പറഞ്ഞിട്ടില്ലല്ലോ പെയിൻറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ വൈ പെയിൻറ്റ് ചെയ്യല്ലേ ചെയ്തത്. ദർ വാസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദം. എക്സ് അതിനെ റെഫ്യൂസ് ചെയ്തു, നിരസിച്ചു. അപ്പോൾ ഇൻ ദിസ് കേസ് അപ്പോൾ അത് കോടതിയിലെത്തിയിട്ടാ. ഇൻ ദിസ് കേസ് ദ കോർട്ട് മേ ഇമ്പോസ് എൻ ഒബ്ലിഗേഷൻ അപ്പോൺ എക്സ്. കോടതി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്, എക്സിൻ്റെ ബാധ്യതയാണ്. ടു പേ ദി മണി, കാശ് കൊടുക്കാനുള്ള ബാധ്യത എക്സിനുണ്ട്. ടു പേ ദി റീസണബിൾ വാല്യൂ ഓഫ് ബെനിഫിറ്റ് റിസീവ്ഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസിലെ ഇക്വിറ്റിയിലെ നീതി പ്രകാരം അത് കാശ് കൊടുക്കാൻ അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് കോടതി വിധിക്കുന്നു. ഇതാണ് ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ളതിൽ പറയുന്നത്. അർത്ഥം മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എക്സിൻ്റെ സണ്ണാണ് വൈനെ വീട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, വൈ സാധാരണ മാതിരി വീട്ടിൽ വന്നു, പെയിൻറ്റിംഗ് ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ എക്സിനോട് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, എക്സ് അത് റെഫ്യൂസ് ചെയ്തു. കാരണം എക്സ് വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം എക്സ് അതിനെ റെഫ്യൂസ് ചെയ്തു. പക്ഷേ റെഫ്യൂസ് ചെയ്താലും അത് കോടതിയിലെത്തിയപ്പോൾ എക്സിന് എന്തിനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്, ആ കാശ് എത്ര രൂപയുടെ ബെനിഫിറ്റാണോ അയാൾക്ക് റിസീവ് ചെയ്തത് വെച്ചെങ്കിൽ അത് പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇൻ ദ ടേംസ് ഓഫ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇതാണ് ക്വാസി കോൺട്രാക്റ്റ് കേട്ടോ. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പം നോക്കുക, ക്വാസി കോൺട്രാക്റ്റിനെ പറയുന്ന വേറൊരു പേരാണ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് എന്നും അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നും പറയുന്നു. ക്വാസി കോൺട്രാക്റ്റ് ഈസ് ഓൾസോ കോൾഡ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നൊക്കെ നമ്മൾ ക്വാസി കോൺട്രാക്റ്റിനെ പറയുന്നു. അക്കോർഡിംഗ് ടു ആ ഡെഫിനിഷൻ നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. അക്കോർഡിംഗ് ടു ജെനിക്സ് ക്വാസി കോൺട്രാക്റ്റ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ലോ ഇമ്പോസ് ചെയ്യുന്നു, ചുമത്തുന്നു അല്ലേ. എന്താ ചുമത്തുന്നത്? അപ്പോൺ വൺ പേഴ്സൺ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് നേച്ചുറൽ ജസ്റ്റിസ്, നീതി. നമ്മളിപ്പോൾ ഈ ഉദാഹരണ പ്രകാരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഒബ്ലിഗേഷൻ ടു സിമിലർ ടു ദാറ്റ് വിച്ച് അറൈസസ് ഫ്രം ടു കോൺട്രാക്റ്റ് അല്ലേ. ടു കോൺട്രാക്റ്റ് ഉണ്ടായി. ഓൾദോ എന്നിരുന്നാലും നോ കോൺട്രാക്റ്റ് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഇൻ ഫാക്റ്റ് മീൻ എൻറ്റേർഡ് ഇൻ ബൈ അവർ തമ്മിൽ യാതൊരു കോൺട്രാക്റ്റും ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്കറിയാം ഈ ഉദാഹരണ പ്രകാരം നമ്മളിപ്പോൾ യാദൃശ്ചികമായി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എക്സും വൈയും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ജസ്റ്റിസ് നോക്കി, ഇക്വിറ്റി ഓർ ജസ്റ്റിസ് നോക്കിയിട്ട് ആ പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് കോടതി വിധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കോൺട്രാക്റ്റിനെ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. ഇതിന് പറയുന്ന വേറെ പേരുകളാണ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നൊക്കെ. നമ്മൾ ഏത് കോൺട്രാക്റ്റിനെ പറയുന്നുണ്ട്? ക്വാസി കോൺട്രാക്റ്റിനെ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ടോപ്പിക് എടുക്കാനുള്ളത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ്. ഫീച്ചേഴ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ക്വാസി കോൺട്രാക്റ്റിനുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. The contract is not a real contract but an obligation imposed by law അല്ലേ. എക്സും വൈയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിട്ടില്ല, പക്ഷേ ഇവിടെ ലോ എന്ത് ചെയ്തു? ഒബ്ലിഗേഷൻ ഇമ്പോസ് ചെയ്തു. എക്സിൻ്റെ മേലിലേക്ക് ഒബ്ലിഗേഷൻ, ബാധ്യത ഏൽപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. ദിസ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് എ റിയൽ കോൺട്രാക്റ്റ്, യഥാർത്ഥത്തിലുള്ള കോൺട്രാക്റ്റ് അല്ല, ബട്ട് ആൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ. പിന്നെ ഇറ്റ് ഡസ് നോട്ട് അറൈസ് ഫ്രം എനി എഗ്രിമെൻറ്റ് ബട്ട് ഇറ്റ് ഈസ് എ ക്രീച്ചർ ഓഫ് ലോ. ഇറ്റ് ഈസ് കോൺട്രാക്ട് ഇംപ്ലൈഡ് ഇൻ ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇറ്റ് ഡസ് നോട്ട് അറൈസ് ഫ്രം എനി എഗ്രിമെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നെക്സ്റ്റ് വൺ, എ ക്വാസി കോൺട്രാക്ട് അറൈസസ് ഫ്രം ദി ഡ്യൂട്ടി ഓഫ് പാർട്ടി നോട്ട് ബൈ പ്രോമിസ് ഓഫ് എനി പാർട്ടി അല്ലേ. പ്രോമിസിലെ ഡ്യൂട്ടി മാത്രമാണ്. ഇറ്റ് ഗ്രാൻസ് ടു വൺ പേഴ്സൺ എ റൈറ്റ് ടു മണി ഓർ ഇസ് ഈക്വലൻറ്റ് ടു സം അതർ ബെനിഫിറ്റ് ഇമ്പോസ്ഡ്
a liability on the other person in connection with such money or is equivalent some other benefit that he has already received. ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ആർക്കും അവിടെ ബെനിഫിറ്റ് കിട്ടിയത്? എക്സിന് ബെനിഫിറ്റ് കിട്ടി അല്ലേ? വൈനെ കൊണ്ട് പണിയൊക്കെ ചെയ്യിപ്പിച്ചു, പെയിൻറ്റിങ് വർക്കൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പോൾ ആ ബെനിഫിറ്റ് മുഴുവൻ എക്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞു, എക്സിന് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷമാണ് എന്ത് ചോദിക്കുന്നത്? പേയ്മെൻറ്റ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഇറ്റ് ഗ്രാൻസ് ടു വൺ പേഴ്സൺ എ റൈറ്റ് ടു മണി ഓർ ഇസ് ഈക്വലൻറ്റ് or to some other benefit or impose a liability on to the other person in connection with such money or is equivalent or some other benefit that has been already received. The right under it is available against a specific person, not against the world. ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമാണ് ഇതുകൊണ്ട് ഗുണം കിട്ടുന്നത്, നോട്ട് against the world. വേൾഡിന് കിട്ടുന്നില്ല. The benefit, the right under is available against, നമുക്ക് ഇതിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആർക്കാണ്? സ്പെസിഫിക് പേഴ്സൺ ആണ്, നോട്ട് against the world. When an obligation created by quasi-contract has not been discharged, the injured party is entitled to receive the same compensation from the party in default in the case of ordinary contract. അല്ലേ? അപ്പോൾ എത്ര കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കിട്ടുന്നു? വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാശ് എത്രയാണെന്ന് കൊടുക്കേണ്ടതായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ക്വാസി കോൺട്രാക്ട് എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ക്വാസി കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? This contract is not a real contract but an obligation imposed by law. It does not arise from any agreement but it is a creature of law. Quasi contract arises from the duty of the party, not a promise of any party. അല്ലേ? ബെനിഫിറ്റ് നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. സ്പെസിഫിക് പേഴ്സൺ ആണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലാണ്ട് വേൾഡിന് കിട്ടുന്നില്ല. ഒബ്ലിഗേഷൻ ക്രിയേറ്റഡ് ബൈ കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട് ഹാസ് നോട്ട് ബീൻ ഡിസ്ചാർജ്ഡ് അല്ലേ? ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാത്ത 2 പോയിൻറ്റ്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങി. ആൻ ഇവൻറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൺ എന്ന് പറഞ്ഞു. കണ്ടിജൻസി മീൻസ് ആൻ ഇവൻറ്റ്, മേ ഓർ മേ നോട്ട് ഹാപ്പൺ എന്ന് പറഞ്ഞു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും റൂൾസും പറഞ്ഞു. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആൻഡ് വേജറിങ് എഗ്രിമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങി. ക്വാസി കോൺട്രാക്റ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ശരി, ഓക്കെ.